പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് സമയം ചിലവഴിക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ ജോഷുവ രാജ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് കേൾവിക്കാരാകുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിലൂടെ ചലഞ്ചായിട്ടുള്ള ജീവിതം നയിക്കുന്ന, വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കണ്ടുവരുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദൈവീയ ഇടപെടലുകൾ ജീവിതത്തിൽ നമ്മെ വളരെ സ്വാധീനിക്കുവാനിടയായിത്തീരും. ഇന്ന് അങ്ങനെയുള്ള ഒരു ആളാണ് നമ്മളോടൊപ്പം സാക്ഷ്യം പറയുന്നത്. ജന്മനാ തന്നെ അത് മുഖാന്തരം തന്റെ ജീവിതം വളരെ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുവാനും ഇന്ന് വീൽ ചെയറിന്റെ സഹായത്തോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു യുവാവാണ് സഹോദരൻ ജോഷുവ രാജ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജോഷുവ രാജിനെ തികഞ്ഞ സ്നേഹത്തോട് വാതിലോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിലെ മാതാപിതാക്കളുണ്ട്, സഹോദരൻ കുടുംബമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ നല്ല ഓർമ്മക്കുറിപ്പുകൾ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, സാക്ഷ്യം, കർത്താവിനെ അറിയുവാനിടയായി തീർന്ന സാഹചര്യം, കർത്താവിന് വേണ്ടി ഏതെല്ലാം നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ചെറുപ്പകാലം മുതൽ ഇന്ന് വരെയുള്ളതായ അനുഭവങ്ങൾ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കും. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവരോടൊപ്പം അരോമ ടിവിയിൽ ഞങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുകയും സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശു നാമത്തിൽ പ്രഭാത വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഈ പകലിൽ നമുക്ക് കർത്തസന്നിധിയോട് ചേർന്നിരിപ്പാൻ, അവിടുത്തെ പാദവിട വണങ്ങുവാൻ ലഭ്യമാക്കപ്പെട്ട അവസരത്തെ ഞാനും ഭാഗ്യമായി, പദവിയായി, വിസ്മരണീയ നിമിഷമായി കണക്കാക്കി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പതിവിൽ ഞാൻ സംസാരിച്ചു നിന്ന് വ്യത്യസ്തമായി ദൈവദിനത്തിൽ നിന്ന് ഒരു ഭാഗം എന്റെ ജീവിതാനുഭവത്തോട് ബന്ധപ്പെടുത്തി ആർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകളെ മുൻപോട്ട് നീക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇംഗ്ലീഷ് പരിഭാഷയിൽ best is a man who remains steadfast under trial, for who is stood the test, for who he has stood the test, he will receive that crown of life which God has promised to those who love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. എങ്ങനെയെന്നാൽ പരീക്ഷ സഹിക്കുമ്പോഴും അതിൽ സഹനങ്ങളിലൂടെ തന്നെ സ്റ്റെഡ്ഫാസ്റ്റ് അണ്ടർ ട്രയൽ, വിശ്വാസത്തോടെ ദൈവത്തിലുള്ള പ്രത്യാശയോടെ ഉറച്ചു നിൽക്കണം. സഹനങ്ങളിലും പതറിപ്പോകാതെ പിറുപിറുക്കാതെ കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മലയാള പരിഭാഷയിൽ ഭാഗ്യവാൻ എന്ന പദം കൊടുത്തിരിക്കുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ എന്ത് കൊടുത്തിരിക്കുന്നത് ബ്ലസ്ഡ് എന്ന വാക്കാണ്. തിരുവചനം ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് ഭാഗ്യവാൻ എന്ന വാക്കിന് ബ്ലസ്ഡ് എന്ന വാക്കാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നത് തികച്ചും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നായിരിക്കുമ്പോൾ, അനുഗ്രഹം എന്നുള്ളത് ദൈവം അതായത് പ്രാപിക്കുവാൻ നമുക്ക് കാട്ടിത്തരുന്ന പാതയിലൂടെ നാം യഥായോഗ്യം സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായും നമുക്കത് കരഗതമാക്കുവാൻ കഴിയുന്നതാണ് അനുഗ്രഹം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. തികച്ചും യാദൃച്ഛികമായി സംഭവിക്കുന്നതിനെയാണ് ഭാഗ്യം അല്ലെങ്കിൽ ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അനുഗ്രഹം എന്നത് പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് കാട്ടിത്തരുന്ന ഒരു പാതയുണ്ട്. ആ പാതയിലൂടെ നാം യഥായോഗ്യം സഞ്ചരിച്ചാൽ നിശ്ചയമായും, യാദൃച്ഛികമായല്ല, നിശ്ചയമായും കരഗതമാക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഭാഗ്യം എന്നുള്ളത്. മറ്റൊരു പരിഭാഷ ഇവിടെ ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ബ്ലസ്ഡ്, അനുഗ്രഹീതൻ എന്ന വാക്കിന് അവിടെ 3 നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 സന്തുഷ്ടൻ, 2 ആത്മീയ സമ്പന്നൻ, 3 ദൈവപ്രസാദം
പ്രാപിക്കപ്പെട്ടവൻ, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്തുകൊണ്ടെന്നാൽ അവന് പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴും അതിൽ സ്ഥിരതയോടെ നിലനിൽക്കുമ്പോൾ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ജീവകിരീടം, അല്ലെങ്കിൽ വിജയികൾക്ക് ലഭ്യമാക്കപ്പെടുന്ന കിരീടം, ജീവന്റെ കിരീടം അവന് ലഭ്യമാക്കപ്പെടുമെന്ന് മറ്റൊരു പരിഭാഷയിൽ കാണുന്നു. അവൻ തെളിയിക്കപ്പെടുകയാണ്. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തെളിയിക്കുകയാണ്, തനിക്കും സമൂഹത്തിന് മുന്നിൽ തെളിയിക്കുകയാണ്. ആ പരീക്ഷയിലും അവൻ തളർന്നു പോയില്ല. ജീവകിരീടത്തിന് അത് പ്രാപിക്കുന്നതിന്, വിജയികൾക്കുള്ള കിരീടം പ്രാപിക്കുന്നവന് താനും യോഗ്യനാണെന്ന് മറ്റുള്ളവർക്ക് കൂടെ ബോധ്യം നൽകുകയാണ്. മറ്റുള്ളവരെ കൂടി പരീക്ഷ സഹിക്കുവാൻ, പരീക്ഷയിലൂടെ വിജയം കൈവരിക്കുവാൻ അവൻ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭ്യമാക്കപ്പെടേണ്ട ആത്യന്തിക ലക്ഷ്യമായ നിത്യതയെ കരഗതമാക്കേണ്ടതിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഗുണപാഠങ്ങളും അവിടെ നമുക്ക് ലഭ്യമാക്കപ്പെടുവാനായിട്ട് കഴിയും. നാം അനുഷ്ഠിക്കേണ്ട ചുമതലകൾ, അതുപോലെ നമുക്ക് ഉണ്ടാകുവാൻ പോകുന്ന ന്യായവിധി, പ്രലോഭനം, നാവിന്റെ ഉപയോഗം, പരീക്ഷ, കഷ്ടത, മോഹം, കോപം, പാപം, ഇവയെല്ലാം നമുക്ക് ആ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ആത്യന്തികമായി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിജയികൾക്ക് ലഭ്യമാക്കപ്പെടുന്ന കിരീടം, ആ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ നാം പ്രാപ്തമാകുക. ഞാൻ എൻ്റെ ജീവിതാനുഭവം കൂടെ ഒന്ന് ചേർക്കട്ടെ. ജന്മന ശാരീരികമായ വൈകല്യങ്ങളോടെ ജനിക്കപ്പെട്ട വളരുന്ന കുഞ്ഞിന്റെ സ്പൈനൽ കോഡ് ശരിയായി വികസിപ്പിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്ന മെനിഞ്ചോസിൽ എന്ന രോഗത്താലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. ജനിക്കും വേളയിൽ എൻ്റെ പുറത്ത് ഒരു മുഴയുണ്ടായിരുന്നു. തക്കാളിപ്പഴം പോലെ പതുങ്ങുന്ന ആ മുഴ. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശ അനുസരണമായിട്ട് അത് സർജറി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അത് സർജറി ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, പരിണിത ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് അത് സർജറി ചെയ്യുവാനായിട്ട് ഇടയായിട്ട്, അത് സർജറി വരുന്ന പരിണിത ഫലമായിട്ട് എൻ്റെ അരയ്ക്ക് താഴേക്ക് കംപ്ലീറ്റ് പാരലൈസ് ആകുവാനായിട്ട് ഇടയായി. അങ്ങനെ സർജറിയിൽ ഉണ്ടായ പാർശ്വഫല നിമിത്തം, പരിണിത ഫല നിമിത്തം നട്ടലിൽ നിന്നുള്ള ഫ്ലൂയിഡ്, സ്പൈനൽ കോഡ് നിന്നുള്ള ഫ്ലൂയിഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഈ അനുഭവത്തിന് പറയുന്ന മെഡിക്കൽ നാമം നൽകിയിരിക്കുന്നത് ഹൈഡ്രോസെഫാലസ് എന്നാണ്. തല വളരുന്ന അനുഭവമാണ്, തല വളരുന്ന അവസ്ഥയാണ് ഹൈഡ്രോസെഫാലസ് എന്നുള്ളത്. മെനിഞ്ചോസിൽ എന്ന രോഗം മൂലം ജനിക്കപ്പെട്ട് അതിനുവേണ്ടി സർജറി, അതിന്റെ ഒരു പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി സർജറി ചെയ്തപ്പോൾ മറ്റൊരു രോഗത്തിനും കൂടി, മറ്റൊരു കണ്ടീഷനും കൂടി പിടിക്കപ്പെടുവാനായിട്ട് ഇടയായി. തന്മൂലം എന്റെ തല വളരുവാൻ ആരംഭിച്ചു. 1.5 മാസം പ്രായമുള്ളപ്പോൾ ഈ ഫ്ലൂയിഡ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഷണ്ട് ചെയ്യുവാൻ ഇടയായി. തലയിൽ നിന്ന് വെൻട്രിക്കിൾ വഴി വയറ്റിലേക്ക് ട്യൂബ് ഘടിപ്പിച്ച് ഫ്ലൂയിഡ്, ഈ തലച്ചോറിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് കളയുന്ന പ്രക്രിയയാണ് ഷണ്ട് എന്ന് പറയുന്നത്. ഈ പ്രക്രിയ ഈ രണ്ട് സൈഡിലായി, 2 വെൻട്രിക്കിൾ വഴിയായി ഒരു ഭാഗം ഇൻഫെക്ഷൻ ആകുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ട്യൂബ് ഘടിപ്പിച്ച് ട്രെയിൻ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സിന്റെ അനുഭവം അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലും ആശ്രയത്തിന്റെ വെളിച്ചത്തിലും ട്യൂബിനി ഇടണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എന്റെ മാതാപിതാക്കൾ എത്തുവാനായിട്ട് വിചാരിച്ചു. 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അനുഗ്രഹിതനായ ദൈവദാസന്റെ പ്രാർത്ഥനയാൽ എന്റെ തലയുടെ വളർച്ചയെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം പലപ്പോഴും നമുക്ക് ലഭ്യമാക്കപ്പെടുന്നത് അവരുടെ പഠനത്തിന്റെ മികവിലും അവരുടെ സ്ഥിരപരിചയത്തിന്റെ വെളിച്ചത്തിലുമാണ്. പലപ്പോഴും എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, ഡോക്ടേഴ്സിന്റെ മുമ്പിൽ രോഗികൾ എത്തിച്ചേരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു പരീക്ഷണ വസ്തുവായി രോഗികൾ മാറുകയാണ്. ഈ ഡോക്ടേഴ്സിന് ഒരു ഉറപ്പുമില്ല. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്, ദയവായി ക്ഷമിക്കണം. ജീവിതത്തിന്റെ അനുഭവങ്ങൾ കേട്ടറിവിലും കണ്ടറിവിലും പ്രസംഗിച്ചാൽ പലപ്പോഴും അത് വാക്കുകളുടെ പ്രകടനമായി മാത്രമിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് ജീവിതത്തിന്റെ വ്യക്തമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് അതിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ ആകയാൽ, കർത്താവ് സർവശക്തനാകിയാൽ, സർവജ്ഞാനിയാകിയാൽ, ആദിയിൽ തന്നെ അന്തവും കാണുവാൻ കഴിയുന്നവനാകിയാൽ അവിടുത്തെ പ്രവൃത്തിയും അവിടുത്തെ വാക്തത്വവും നിഷ്ഫലം ആകയില്ല എന്നുള്ളതാകിയാലും ഞാൻ എന്റെ വാക്കുകളെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്
സംസാരിക്കുന്നത്. ഡോക്ടേഴ്സ് പലപ്പോഴും പറയുന്നത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്, പണത്തിന്റെ മികവിലാണ്. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ കുറിച്ച് എന്ത് നിർണയിക്കുന്നുവോ ആ നിർണയം ഏത് അസാധ്യതകളുടെ നടുവിലും അസാധാരണമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവിടത്തേക്ക് കഴിയും. ഡോക്ടേഴ്സിന്റെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് ട്യൂബ് ഇട്ടിരിക്കുമ്പോൾ തലയ്ക്ക് ഒരു വിധത്തിലും ക്ഷതം ഏൽക്കുവാൻ പാടില്ല, ബെഡിൽ കിടത്തുവാൻ പാടില്ല. എപ്പോഴും ഒരാളുടെ സാമീപ്യം എപ്പോഴും തികച്ചും അനിവാര്യമാണ്. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ മുൻനിർണയം എന്ന വാക്ക് ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. അത് ഇവിടെയും ആവർത്തിക്കാം. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം എന്റെ മാതാവും എന്റെ അമ്മച്ചിയും എന്നെ കട്ടിലിൽ കിടത്തിയിട്ട് രണ്ടിടത്തേക്ക് അവർ പോകുവാനായിട്ട് ഇടയായി. ആ സമയത്ത് ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണ് അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം അർദ്ധരാത്രി ആയപ്പോഴേക്കും എനിക്ക് ഫിക്സ് വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് അവര് കട്ടിലിൽ നിന്ന് താഴെ വീഴുന്നതെന്നും തലയ്ക്ക് ഒരു വിധത്തിലും ക്ഷതം അനുഭവിക്കരുതെന്നും ഒക്കെ പറയുന്നത്. എന്നാൽ അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അർദ്ധരാത്രി ആയപ്പോഴേക്കും ഫിക്സ് വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും ഞാൻ പറയും, നമ്മെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളും നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളും നിറവേറണമെങ്കിൽ ചിലപ്പോൾ നാം ചില അതിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. പരിശോധനയിലൂടെ നമ്മെ കടത്തി വിടുമ്പോൾ, പരീക്ഷ എന്ന വാക്കിനേക്കാൾ ഉപരി, ടെംപ്റ്റേഷൻ എന്ന വാക്കിനേക്കാൾ ഉപരി ഞാൻ ടെസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രലോഭനം, ടെംപ്റ്റേഷൻ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ, അത് അവന്റെ അകമേ വന്ന് അവന്റെ പുറമെ മുഴുവനായി നശിപ്പിക്കുമ്പോൾ, ടെസ്റ്റ് അവന്റെ പുറമേ വന്നിട്ട് അവനെ അകമേ മുഴുവനായി ശുദ്ധീകരിക്കുന്നു, കർത്താവിനെ കൊള്ളാകുന്നവനാക്കി മാറ്റുന്നു. ഹു ഈസ് അക്സെപ്റ്റബിൾ ടു ഗോഡ്, ദൈവപ്രസാദം പ്രാപിക്കപ്പെട്ടവനായി അവനെ മാറ്റുകയാണ്. അതാണ് പരിശോധനയുടെ ഉദ്ദേശം. പരിശോധനയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ ദൈവം അതിലൂടെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പരീക്ഷിക്കപ്പെടുമ്പോൾ നാം കൊള്ളാകുന്നവരായി തെളിയപ്പെടുകയാണ്. ആർക്ക് കൊള്ളാവുന്നവൻ? ഞാൻ പറഞ്ഞതുപോലെ ഹു ഈസ് അക്സെപ്റ്റബിൾ ടു ഗോഡ്, ദൈവത്തിന് കൊള്ളാവുന്നവനായി തെളിയുകയാണ്, ദൈവപ്രസാദം പ്രാപിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, സ്ഥിരത ഉണ്ടാകുകയാണ്. വിശ്വാസത്തിലെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം കൊണ്ടുവൻ യാക്കോബിന്റെ ലേഖനം നമ്മെ ഓർപ്പിക്കുന്നുള്ളൂ. സ്ഥിരത, എവിടെയൊക്കെ സ്ഥിരത? നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സ്ഥിരത നമുക്ക് ലഭ്യമാക്കപ്പെടുകയാണ്. രണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സ്ഥിരത ലഭ്യമാക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് കൊള്ളാകുന്നവനായി മാറ്റപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം സ്ഥിരത ലഭ്യമാക്കപ്പെടുന്നു. ഒന്ന്, പ്രായോഗികത്തിൽ സ്ഥിരത ലഭ്യമാക്കപ്പെടുന്നു. രണ്ട്, വിശ്വാസ ജീവിതത്തിൽ സ്ഥിരത ലഭ്യമാക്കപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയം പരിശോധിക്കപ്പെടുവാനാണ് നാം പലപ്പോഴും പരിശോധനയിലൂടെ കടന്നു പോകുന്നത്. നാം ദൈവത്തോടാണോ ആശ്രയം? കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ട്, കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് ഞാൻ പ്രസംഗിച്ച എല്ലാ വചനത്താലും ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ, ആ പരിശോധനയിലൂടെ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം ഞാൻ കടന്നു പോയപ്പോൾ പലപ്പോഴും മാനുഷിക മനുഷ്യനാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയമില്ലാത്ത മനുഷ്യനാണെങ്കിൽ മാനുഷിക ആശ്രയങ്ങളിലേക്ക്, മറ്റ് ആശ്രയങ്ങളിലേക്ക് പോകുവാൻ സാധ്യതയുള്ള നിലയിൽ ഞാൻ പരിശോധനയിലൂടെ കടന്നു പോകുവാനായിട്ട് വല്ലാതെ പരിശോധിക്കപ്പെട്ടപ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ ദൈവശബ്ദമൊക്കെ കേട്ടിട്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ പരിശോധിക്കപ്പെടുന്നത്? എന്തിനാണ് ഈ വേദനയിലൂടെ കടന്നു പോകുന്നത്? അപ്പോഴൊക്കെ കർത്താവിന് പറയുവാനുള്ളത്, ദൈവത്തോടുള്ള ആശ്രയം ഒന്നുകൂടെ ഈ സാഹചര്യങ്ങളിലൂടെ പരിശോധിക്കപ്പെടുകയാണ്. സാഹചര്യം വല്ലാതെ വഷളായി മാറുമ്പോൾ ആശ്രയം മാറിപ്പോകുന്നുണ്ടോ? നമുക്ക് യോബിനെ കാണുവാനായിട്ട് കഴിയും. യോബ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. പരീക്ഷിക്കപ്പെടുമ്പോഴും യോബ് അവസാനം വരെയും തന്റെ ദൈവത്തോടുള്ള ആശ്രയം വിട്ടില്ല. തന്റെ സ്വന്തം ഭാര്യ, ദൈവം നൽകിക്കൊടുത്ത തക്ക തുണയെ നൽകിക്കൊടുത്ത ഭാര്യ തന്നെ തള്ളിപ്പറയുമ്പോഴും യോബ് പറയുന്നു, ദൈവം നമുക്ക് നന്മ നൽകുമ്പോൾ നാം അനുഭവിക്കുന്നു, തിന്മ നൽകുമ്പോഴും അത് അനുഭവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ വാക്കുകളെ തള്ളിക്കറിഞ്ഞ്
ഭാര്യയുടെ മുഷിവുകളെ, അതുപോലെ തന്നെ സ്നേഹിതന്മാരുടെ മുഷിവുകളെ, ഇവരൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്ന് സ്നേഹിതന്മാരെ പറ്റി യോബ് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവരെ മാറ്റി നിർത്തിയിട്ട് യോബ് പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഒടുവിൽ യോബ് ദൈവത്തിൽ ആശ്രയിച്ചത് യോബിന് നഷ്ടമായി എന്ന് വന്നില്ല, മറിച്ച് യോബ് നഷ്ടമായതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു. യോബിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ കാണുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആണെന്ന്. എന്നാൽ അല്പായുസുള്ളവനായിട്ടല്ല യോബ് മരിച്ചതെന്ന് 42 അധ്യായം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. യോബ് കാലസമ്പൂർണനും വൃദ്ധനുമായി മരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നാം പരിശോധിക്കപ്പെടുമ്പോൾ ദൈവം നമ്മെ കൂടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആശ്രയം ഒന്നുകൂടെ പുതുക്കപ്പെടുവാൻ വേണ്ടിയാണ്. 4-ാമത്തെ കാര്യം, നമ്മുടെ തീരുമാനത്തെ. നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ തീരുമാനങ്ങളിൽ നാം ഉറച്ചു നിൽക്കുന്നോ എന്ന് ഒന്ന് പരിശോധിക്കപ്പെടുവാൻ വേണ്ടിയാണ്, അതൊന്ന് ഉറപ്പിക്കപ്പെടുവാൻ വേണ്ടി, നമ്മുടെ തീരുമാനങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കപ്പെടുവാൻ വേണ്ടിയാണ് നാം പരിശോധനയിലൂടെ കടന്നു പോകുന്നത്. ആത്യന്തികമായി നാം പരിശോധനയിലൂടെ കടന്നു പോകുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ നിത്യത ഉറപ്പാക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ലഭ്യമാകുന്ന നശ്വരമായ നേട്ടങ്ങൾ ആസ്വദിച്ച് തീരാനുള്ളവരല്ല നാം ഓരോരുത്തരും. ഈ കേൾവിക്കാരായ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ പറയുകയാണ്, നശ്വരമായി ഈ ലോകത്തിൽ ലഭ്യമാകുന്ന നേട്ടങ്ങളെല്ലാം ചില നിമിഷങ്ങൾ കൊണ്ട് നീർക്കുമിള പോലെ നഷ്ടമായി പോകുന്നതാണ്. അല്ലെങ്കിൽ 80-90 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് നാം മരണം കൊണ്ട് അവസാനിക്കപ്പെടേണ്ടവരല്ല. മരണത്തിനപ്പുറമായി നിത്യമായ ഒരു ജീവിതം നമുക്കായി കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ നിത്യമായ ജീവിതത്തിന് നാം ഓരോരുത്തരും അംശികളായി തീരേണ്ടതിന് വേണ്ടിയാണ് പരിശോധനയിലൂടെ കടന്നു പോകുന്നത്. പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അനുസരണത്തോടെയുള്ള ഒരു അനുഗമനം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അനുസരണത്തോടെ അനുഗമിക്കുക, ആ നിത്യതയെ കരഗതമാക്കുക. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ദൈവം നമുക്ക് കാട്ടിത്തരുന്ന പാതയിലൂടെ യഥായോഗ്യം സഞ്ചരിച്ച് നിശ്ചയമായും പ്രാപിക്കുവാൻ കഴിയുന്നതാണ് അനുഗ്രഹം എന്നുള്ളത്. ആ ഏറ്റവും വലിയ അനുഗ്രഹം നിത്യതയാണ് എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഒരു പക്ഷേ നാം പരിശോധനയിലൂടെ കടന്നു പോയേക്കാം. ദൈവം നമുക്ക് കാട്ടിത്തരുന്ന പാത കല്ലും മുള്ളും പൊള്ളുന്ന വെയിലും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അവിടെയൊക്കെ കർത്താവ് നമ്മുടെ കരം പിടിക്കും. നമ്മുടെ വലം കൈക്ക് പിടിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ള വസ്തുത എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കപ്പെടുവാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നത്, യിരെമ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 11 വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവർ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നാം പലപ്പോഴും നമ്മെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, അല്ലെങ്കിൽ നാം ജീവിതയാത്രയിൽ ഇന്ന കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അത് വേണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് നമ്മളോട് പറയുവാനുള്ളത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി ലഭ്യമാക്കപ്പെടുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു നിരൂപണം നിരൂപിച്ചിട്ടുണ്ട്. അത് തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല, അത് നന്മയ്ക്കുള്ളവ അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മെ ഓർപ്പിക്കുന്നു. ആ നിരൂപണത്തെ കുറിച്ച് കൃത്യമായ ബോധ്യം അവിടുത്തേക്ക് സർവശക്തനായ ദൈവത്തിന് നമ്മെ കുറിച്ച് ഉണ്ട് എന്ന് ആ വേദഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവം വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു എന്നവിടെ ഓർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, there is no living testimony without a painful test. മറ്റുള്ളവർക്ക് ഉള്ളതിന് ആനുപാതികമോ അതിലധികമോ ആയ വേദനയിലൂടെ നാം കടന്നു പോയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മേക്കാൾ ബുദ്ധിമുട്ടിലൂടെ നമ്മേക്കാൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പറഞ്ഞല്ലോ, വേദനയുള്ള ഒരു ശോധനയില്ലാതെ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു സാക്ഷി നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ഞാൻ മുമ്പേ അർപ്പിക്കപ്പെട്ടതുപോലെ 23-ാം സംഘത്തിന്റെ 4-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. പൂഴിരുൾ താഴ്വയിൽ കൂടെ ഞാൻ നടന്നാലും
ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താണ് കാരണം? അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അവിടുത്തെ വടിയും കാലും എന്നെ ആശ്വസിപ്പിക്കുന്നു. 138 സങ്കീർത്തനത്തിൽ കാണുന്നു 7-8 വാക്യങ്ങളിൽ, കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കൾക്ക് നേരെ നീ കൈ നീട്ടി നിന്റെ വലങ്കായി എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന, കഷ്ടതയുടെ നടുവിൽ നടന്നാൽ എന്നെ ജീവിപ്പിക്കുന്ന, കുഴിയിൽ താഴ്കൂടെ നടന്നാലും എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത, ബോധ്യം നമുക്ക് തിരുവചനത്തിലൂടെ ലഭ്യമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം തളർന്നു പോകേണ്ട ആവശ്യമില്ല. നാം മാനസികമായി പെറുവെറുപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. നമ്മെ കുറിച്ചുള്ള നിർണയം ഇന്നവയെന്ന് നമ്മേക്കാൾ മുന്നമേ നന്നായി അറിയുന്ന, അതിന്റെ ആദിയിൽ തന്നെ അവസാനവും കാണുവാൻ കഴിയുന്ന കർത്താവിന് അത് ഇന്നതെന്ന് കൃത്യമായി അറിയുവാൻ കഴിയും. അങ്ങനെ മുമ്പേ പറഞ്ഞല്ലോ, കട്ടിലിൽ ഞാൻ താഴെ വീഴുവാനായിട്ട് ഇടയായി. കട്ടിലിന് താഴെ വീണു. അന്ന് കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം എനിക്ക് ഫിക്സ് വന്നു. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന കുടുംബ സുഹൃത്തു കൂടിയായ ഒരു ഡോക്ടറിന്റെ അടുക്കലേക്ക് വേഗം ഹോസ്പിറ്റലിൽ കലിശിൽ തന്നെ കൊണ്ടു ചെല്ലുവാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന ഫസ്റ്റ് എയ്ഡ് നൽകിയ ഡോക്ടർ എന്റെ മാതാപിതാക്കളെ അയക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആൾ പോയിട്ടുണ്ട്, ഇനി നിങ്ങളുടെ സംതൃപ്തിക്ക് വേണമെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക്, മറ്റൊരു ആശുപത്രിയിലേക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയന് നിങ്ങൾക്ക് തേടാം എന്ന് പറഞ്ഞു. എന്നാൽ അതിന് 2 ആഴ്ച മുൻപേ എന്റെ മാതാവ് കേട്ടൊരു ദൈവശബ്ദമുണ്ട്. ഒരു ദൈവദാസിയിലൂടെ കേട്ടൊരു ദൈവശബ്ദം, മരിക്കത്തക്ക രോഗങ്ങൾ മകന് ഉണ്ടാകും, എങ്കിലും മരിക്കില്ല. കർത്താവിന് അവനെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട് എന്ന ദൈവശബ്ദം കേൾക്കുവാൻ. ഈ ദൈവശബ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മാനുഷിക ശബ്ദങ്ങളെ തികച്ചും വകവയ്ക്കാതെ, വില കൊടുക്കാതെ ദൈവശബ്ദത്തിന് മുന്നോട്ട് കാൽ വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കട്ടിൽ കടന്നു പോകുന്ന വഴിയിൽ തികച്ചും നിർജീവമായ, നിശ്ചലമായ ഒരു ശരീരവുമായി ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും ആശ്രയവും കൈവിടാതെ മുന്നോട്ട് എന്റെ മാതാപിതാക്കൾ ഗമിച്ചു. ഹോസ്പിറ്റലിന്റെ കട്ടിൽ കൊണ്ട് കിടത്തെ മാത്രമേ നിശ്ചലമായ, നിർജീവമായിരുന്ന എന്റെ 2 കരങ്ങളും ചേർത്തടിക്കുവാനിടയായി എന്ന് ഓർപ്പിക്കപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മെ കുറിച്ച് അവിടുന്ന് നിരൂപിക്കുന്ന നിരൂപണങ്ങളെ കുറിച്ച് അവിടുത്തേക്ക് നന്നായി അറിയാം. ചില തിക്തമായ അനുഭവങ്ങളിലൂടെ, വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടുത്തേക്ക് പറയുവാനുള്ളത്, എനിക്ക് നിന്നെ കുറിച്ചുള്ള ദൈവികോദ്ദേശം, എനിക്ക് നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് പരിശോധനയിലൂടെ കടന്നു പോകുന്നതെന്ന് ഓർപ്പിക്കപ്പെടുന്നു കാണുവാനായിട്ട്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. മുമ്പേ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ ആയ ഷണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം പുതുതായി വീണ്ടും ഷണ്ട് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. എന്നാൽ ആ ഡോക്ടേഴ്സ് നിർദ്ദേശം കേട്ടതിന് ശേഷം അത് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൽ എന്റെ മാതാപിതാക്കൾ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. കാരണം ഷണ്ട് പുതിയതായി ട്യൂബ് ഇടുക, മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുക, ഇതൊക്കെ ഉണ്ട്. ട്യൂബ് ഇട്ടിരിക്കുമ്പോൾ തന്നെ പല ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായതും ഉണ്ട്. ഇതൊന്നും അനുഭവിക്കണ്ടല്ലോ, ട്യൂബ് ഇടണ്ട, വരുന്നത് എന്തായാലും സഹിക്കുവാൻ, നേരിടുവാൻ തയ്യാറോടെ, ദൈവത്തിലുള്ള ആശ്രയത്തോടെ, അതാണ് പ്രധാനം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ, ആശ്രയത്തോടെ ട്യൂബിനിടണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായിട്ട് തലയുടെ വളർച്ചയെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നുള്ള ബോധ്യം ലഭ്യമാക്കപ്പെടേണ്ടതിനായിരുന്നു അന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവിക മുൻനിർണയ പ്രകാരമാണ് എന്റെ മാതാപിതാക്കൾ എന്നെ കട്ടിലിൽ കിടത്തിയതും കട്ടിലിൽ നിന്ന് താഴെ വീഴാൻ ഇടയായതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയായതും ഒക്കെ. അങ്ങനെ ചില മാസം അതിന് മുമ്പേ ദൈവദാസന്റെ പ്രാർത്ഥനയാൽ കർത്താവ് സൗഖ്യമാക്കി എന്നുള്ള ബോധ്യം ആ സമയത്ത് ഡോക്ടേഴ്സിൽ നിന്ന് ലഭ്യമായില്ല. ഡോക്ടേഴ്സ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ട്യൂബ് ഇടാതിരുന്നാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ കുറിച്ച്, അനന്തര ഫലങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ട്യൂബിന് ഇടണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തുവാൻ, അടിയുറച്ച വിശ്വാസത്തിൽ എത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഡോക്ടേഴ്സ് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ ആകുന്ന
ട്യൂബ് മറ്റു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം. ഒരു സൈഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ അടുത്ത സൈഡിലേക്ക് മാറ്റിയിടണം, അടുത്ത സൈഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ ഇപ്പുറത്തേക്ക് മാറ്റിയിടണം. അങ്ങനെ ഇവിടെ ഇൻഫെക്ഷൻ ആയത് കരിയുമ്പോഴേക്കും അടുത്തടം റെഡിയാകും, ഇൻഫെക്ഷൻ ആകും. അങ്ങനെ ഇത് മുമ്പോട്ട് നീങ്ങി 20 വയസ്സാകുമ്പോഴേക്കും ആള് മേലോകം പോകുമെന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവരൊക്കെ കണ്ടെത്തുന്നത് അവരുടെ സ്ഥിരപരിചയത്തിലും പഠനത്തിന്റെ വെളിച്ചത്തിലുമാണ്. മെനിഞ്ചോസിൽ എന്ന കണ്ടീഷന് അല്ലെങ്കിൽ ഹൈഡ്രോസെഫാലസ് എന്ന കണ്ടീഷന് ഇങ്ങനെയൊക്കെയുള്ള പരിണിത ഫലങ്ങളും ഇങ്ങനെയൊക്കെയുള്ള തിക്താനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ളത് അവരുടെ പഠനത്തിലും സ്ഥിരപരിചയത്തിലും അവർക്ക് ലഭ്യമാക്കപ്പെട്ട ബോധ്യമാണ്. അതാണ് അവര് കൈമാറിക്കൊണ്ട് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, കർത്താവിലുള്ള ആഴമായ ആശ്രയം മുൻപോട്ട് ഞങ്ങളെ നയിക്കുവാൻ പര്യാപ്തമായി മാറി. ഡോക്ടേഴ്സ് ട്യൂബിലിടുന്നില്ല എന്നുള്ള തീരുമാനം അറിയിച്ചപ്പോൾ വളരെ ശകാരിച്ചു. പടമൊക്കെ വരച്ച് കാണിച്ചിട്ട് ഇടാതിരുന്നാലുള്ള അനന്തര ഫലത്തെ കുറിച്ചൊക്കെ ഓർപ്പിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഉറപ്പുള്ളതായതുകൊണ്ട്, ദൈവത്തിലുള്ള തീരുമാനം ഉറപ്പുള്ളതായതുകൊണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തീരുമാനം ഉറപ്പുള്ളതായതുകൊണ്ട് അതിലൊന്നും ഡോക്ടേഴ്സിന്റെ മാനുഷിക വാക്കുകളിലൊന്നും തളർന്നു പോകുവാൻ അനുവദിച്ചില്ല. ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാക്കുവാൻ കർത്താവ് ഇട നൽകി. അങ്ങനെ മുന്നോട്ട് കാലങ്ങൾ നീങ്ങി. ഇതിനിടയിൽ 25 വയസ്സുവരെ ശാരീരികമായ വിവിധ ബുദ്ധിമുട്ടുകൾ ഇന്നും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ 25 വയസ്സുവരെ വിവിധ ആശുപത്രികളിൽ ആശുപത്രിയിൽ അഭയം തേടേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലൊന്നും നിരാശ മനസ്സിനെ മതിച്ച് ആ കിടക്കയിൽ അടിപ്പെട്ടു പോകാതെ കർത്താവിലുള്ള പ്രത്യാശയോടെ, കർത്താവ് ലഭ്യമാക്കുന്ന ആരോഗ്യത്തിലും കർത്താവ് ലഭ്യമാക്കുന്ന സാഹചര്യങ്ങളിലും കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് ഇട നൽകിക്കൊണ്ടിരിക്കുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന എന്റെ ജീവിതത്തിന് മുന്നോട്ട് ഗമിക്കുവാൻ പ്രേരക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തെ കുറിച്ച് തെല്ലും ചിന്തയില്ലാതിരിക്കെ കല്ലിശ്ശേരി സഭയിൽ തന്നെ കൂടി വരുന്ന പ്രിയപ്പെട്ടവരുടെ നിർബന്ധപ്രകാരം എന്നെ അവിടെ വിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി. LKG UKG പഠിക്കാതെ തന്നെ 1ാം ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടിരുത്തി. എന്റെ പ്രകാരം ഓരോ ക്ലാസ്സുകളും മുകളിൽ നിലയിൽ നിന്ന് താഴ്ന്ന നിലയിലേക്ക് കൊണ്ടു തന്നുകൊണ്ട് പഠനം മുന്നോട്ട് പോയി. ഈ പഠനം നടക്കുന്ന സമയങ്ങളിൽ ഞാൻ കേട്ട ദൈവശബ്ദമുണ്ട്: ഉന്നത വിദ്യാഭ്യാസം ഞാൻ നിനക്ക് നൽകും. തികച്ചും മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായ, അപ്രാപ്യമായ കാര്യമാണ്. എന്നാൽ ദൈവം നിരൂപിക്കുന്നത് ഇന്നവയെന്ന് അവിടുത്തേക്ക് അറിയാവുന്നത് കൊണ്ട് അവിടുന്ന് തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ആ പഠനം അവിടെ പൂർത്തീകരിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അങ്ങനെ ഇനിയിപ്പം പഠനം നിർത്താം എന്നൊക്കെയുള്ള മാനുഷികതയോടെ ഇരിക്കുമ്പോൾ ഹയർ സെക്കൻഡറി പഠനത്തിലുള്ള ക്രമീകരണങ്ങളെ കർത്താവ് തിരുവല്ലയിൽ ലഭ്യമാക്കുവാനായിട്ട് അവിടെയും 2 വർഷത്തെ പഠനം ഈ പറഞ്ഞ നിലയിൽ തന്നെ എന്റെ ക്ലാസ്സുകൾ താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുതന്ന് പൂർത്തീകരിക്കുവാൻ കർത്താവ് അവസരത്തെ ഒരുക്കി. അങ്ങനെ പഠനം നിർത്താമെന്നുള്ള ചിന്തയോടെ ഇരിക്കുമ്പോൾ ചെങ്ങന്നൂർ മറ്റൊരു കോളേജിൽ നിന്ന്, SN കോളേജിൽ നിന്ന് എനിക്ക് BCom ഡിഗ്രിക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുവാനായിട്ട് അവിടെയും 3 വർഷം വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ പറഞ്ഞ നിലയിൽ തന്നെ എന്റെ ക്ലാസ്സുകൾ താഴെയാക്കിക്കൊണ്ട് തന്നുകൊണ്ട് എന്റെ പഠനം മുന്നോട്ട് ക്രമീകരിക്കുവാൻ ഇടയായിച്ചേർന്നു. അങ്ങനെ 3 സ്ഥാപനങ്ങളിലായി മാന്യമായ വിദ്യാഭ്യാസം ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. അതിനുശേഷമായി കമ്പ്യൂട്ടർ പഠനം നടത്തണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ സാഹചര്യം എനിക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയുകയില്ല. കമ്പ്യൂട്ടർ ഡിവൈസസ് താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. പ്രാർത്ഥനയോട് കൂടെയായിരുന്നപ്പോൾ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം തന്നെ എന്റെ ഒരു സ്നേഹിതൻ വഴി ഒരു അധ്യാപകനെ എന്റെ ഭവനത്തിലേക്ക് അയച്ച് 1 വർഷത്തെ കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. അതിനുശേഷമായി ലോകത്തിൽ ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ജ്ഞാനം ലോകജ്ഞാനമല്ല, പ്രത്യേക ദൈവിക ജ്ഞാനമാണെന്നുള്ള തികഞ്ഞ ബോധത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു എന്റെ മാതാപിതാക്കൾ ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഒരു അംഗഹീനനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമല്ല, ഒരു മകനെ അവർക്ക് ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ലഭ്യമാക്കപ്പെട്ട മകനാണ് ഞാന്. ആദ്യ സന്തതിയാണ് ഞാന്. അങ്ങനെ അവർക്ക് മകനെ ലഭ്യമാക്കപ്പെട്ടു. ലഭ്യമാക്കപ്പെടുന്നതിന് മുൻപേ ഒരു മകനെ നൽകിയാൽ അവനെ കർത്താവിന് വേണ്ടി
കൊടുത്തുകൊള്ളാമെന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി. ലഭ്യമായപ്പോൾ അംഗവൈകല്യമുള്ള മകൻ അവർ തുറന്നു പോയില്ല. എല്ലാ പ്രാർത്ഥനകൾക്ക് കഴിയുന്നിടത്തോളം കൊണ്ടുപോയിരിക്കുമ്പോൾ പ്രവാചകന്മാർ വരുമ്പോഴെല്ലാം ആരുടെയും തലയിൽ വെച്ച് ദൂത് വന്നില്ല. എന്റെ തലയിൽ ദൂത് പറയും, മോനെ നീ കർത്താവിന് വേണ്ടിയുള്ളവനാണ്, നിന്റെ പരിമിതികൾക്കപ്പുറമായി കർത്താവിന് നിന്ന് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്, അതുകൊണ്ട് നീ അതിനു വേണ്ടി വിധേയപ്പെടണമെന്നുള്ള ദൈവശബ്ദം ഇങ്ങനെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തിൽ ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ലോകജ്ഞാനമല്ല, ദൈവിക ജ്ഞാനമാണ് തികഞ്ഞ ബോധ്യത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ മണക്കാല ഫെയ്ത്ത് സെമിനാരിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ദൈവിക മുന്നേറിയ പ്രകാരം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതോ ഞങ്ങൾ ആഗ്രഹിച്ചതോ ഒന്നുമല്ല, അത് കലിശ്ശേരിയിൽ ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ എന്റെ അവിടെ പഠനം മണക്കാല ഫെയ്ത്ത് സെമിനാരിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാം കലിശ്ശേരിയിൽ ആരംഭിച്ച് ആ പഠനം എനിക്ക് അവിടെ പൂർത്തീകരിക്കാൻ 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാൻ, തിയോളജിയിൽ 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. ഇതിന്റെ പിന്നിൽ ഉന്നത വിദ്യാഭ്യാസം ഞാൻ നിനക്ക് നൽകുമെന്നുള്ള ദൈവീയ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആ ദൂത് അസാധ്യമായിരുന്നു, അപ്രാപ്യമായിരുന്നു. എന്നാൽ ഞാൻ പ്രാരംഭം മുതൽ പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളെ കുറിച്ച് ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഇന്ന്, നാളെയെ കുറിച്ചുള്ള എന്റെ ബോധ്യം നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാക്കപ്പെട്ടില്ലായിരിക്കാം. എന്നാൽ നിങ്ങളെ കുറിച്ച് നാളുകളിൽ എന്തായിരിക്കണമെന്ന് ഞാൻ നിരൂപിക്കുന്ന നിരൂപണം ഇന്നവയെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലെങ്കിലും എനിക്ക് ബോധ്യമുണ്ട് എന്ന് സർവശക്തനായ ദൈവം ഈ പകലിലും ഈ ദൈവ ശബ്ദം കേൾക്കുന്ന ഈ വാദിപത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് പ്രതികൂലങ്ങളിൽ, പരിശോധനകളിൽ തളർന്നു പോകരുത്. കർത്താവിൽ ആശ്രയിക്കുവാൻ, അടികുറച്ച് വിശ്വസിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. എനിക്ക് ലഭ്യമാക്കപ്പെടുന്ന കഴിയുന്ന എല്ലാ വേദികളിലും പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് പോലെ തന്നെ ഞാൻ ഉദ്ധരിക്കാറുള്ള ഒരു വേദശകലമുണ്ട്. സങ്കീർത്തനം 94 സങ്കീർത്തനത്തിന്റെ 19 വാക്യം, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ദൈവത്തിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്റെ ഉള്ളിലെ വിചാരങ്ങൾ എന്താണെന്നോ അതിന്റെ ബഹുത്വം എന്താണെന്നോ പ്രിയ ദാനിയേൽ പാസ്റ്ററിന് മനസ്സിലാകാതിരിക്കുമ്പോൾ, തന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വമോ എനിക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേൾവിക്കാരായ നിങ്ങളുടെ ആരുടെയും ഉള്ളിലെ വിചാരങ്ങളോ അതിന്റെ ബഹുത്വമോ തിരിച്ചറിയാതിരിക്കും നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളെ മാത്രമല്ല അതിന്റെ ബഹുത്വത്തെയും തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന, ആശ്വാസം നൽകി തരുന്ന ഒരു പ്രാണ സ്നേഹിതൻ നമ്മുടെ ശ്വാസത്തെക്കാൾ സമീപമായി നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ശ്വാസത്തെക്കാൾ സമീപമായി നമ്മോട് കൂടെയുണ്ടെന്ന് ദൂരെയല്ല, മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, സ്നേഹിതർക്ക്, പ്രിയപ്പെട്ടവർക്ക് എത്തുവാൻ കഴിയുന്ന ഒരിടമുണ്ട്, നമ്മുടെ കുഴിമാടം വരെ. എന്നാൽ അതിനപ്പുറമായി നിത്യത മുതൽ നിത്യത വരെ നമ്മെ സ്നേഹിച്ചതാ ഞാൻ പ്രാരംഭം പറഞ്ഞത്. നമ്മെ കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യം ഈ ലോകത്തിലെ ഏതെങ്കിലും താൽക്കാലിക നേട്ടങ്ങളല്ല, നിത്യജീവിതമാണ്, കർത്താവിലുള്ള ആ സ്വർഗീയമായ അനുഭവമാണ് എന്ന് ഞാൻ ഓർപ്പിക്കപ്പെടുവാനായിട്ട് തരുന്നത്. അതുകൊണ്ട് നിത്യതയെ പ്രാപിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. അതിനെന്ത് വേണം? ഞാൻ പാപിയാണ് എന്നുള്ള ഒരു മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരണമേ, എന്റെ പാപങ്ങളെ മോചിക്കണമേ, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അവിടുന്ന് ഏറ്റെടുക്കണമേ, എന്നെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് നാം സമർപ്പിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമ്മെ ദിനംതോറും വഴി നടത്തും. പോകേണ്ട വഴി നമുക്ക് കാണിച്ചു തരും. ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന അവിടുന്ന് പറഞ്ഞു തരുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ കർത്താവിന്റെ യുദ്ധങ്ങൾ ഓരോ ദിവസവും അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഒരിടത്തേക്ക് ഇരുത്തിയാൽ എനിക്ക് അവിടെ ഇരിക്കുവാൻ മാത്രമേ കഴിയൂ. എനിക്ക് ചലിക്കുവാൻ, നിർബാധം ചലിക്കുവാൻ പരിമിതികൾ ഒത്തിരിയുണ്ട്. ആ ഇരിപ്പിലിരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ അവിടെ ഇരിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. നിരാശ എന്റെ മനസ്സിനെ മതിച്ച് ഒരു കിടപ്പ് രോഗിയായി വരെ ഞാൻ മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരിലേക്കും നോക്കുമ്പോൾ
അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുറിക്കുള്ളിൽ ആയിരിക്കുമ്പോൾ അതിന്റെ നിരാശയും അതിന്റെ ഏകാന്തതയും മനസ്സിനെ മതിച്ച് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഇടയുണ്ട്. എന്നാൽ രണ്ടാമതായി എനിക്കൊരു വീൽ ചെയർ ഉണ്ട്. അതിലിരുന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലിരിക്കുമ്പോൾ എന്റെ വീട്ടിലെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുവാൻ അതെനിക്ക് പര്യാപ്തമാണ്. ഇത് മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് ഇതിന്റെ താൽക്കാലിക സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് നീങ്ങുവാനേ കഴിയുകയുള്ളൂ. എന്നാൽ മൂന്നാമത് എനിക്കൊരു 4-വീലർ സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിൽ യാത്ര ചെയ്താൽ എന്റെ ഈ വീടിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ എനിക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. ഞാൻ ചെറിയ നിലയിൽ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. പൊതുവേദികളിലൊക്കെ തെരുവോരങ്ങളിലൊക്കെ കർത്താവ് മാത്രമാണ് ഏകരക്ഷകൻ, ലോകരക്ഷകൻ, പാപവിമോചകൻ എന്ന് ഓർപ്പിക്കപ്പെടുവാൻ ആ വാഹനം എന്നെ സഹായിക്കും. അതും മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ നാലാമത് എനിക്കൊരു കാറുണ്ട്, 4-വീലർ കാറുണ്ട്. ആ കാർ യാത്ര ചെയ്താൽ ഒരാളുടെ സഹായത്തോടെ, മറ്റൊന്നിനും എനിക്കൊരു സഹായം വേണ്ട, എന്നാൽ ഒരാളുടെ സഹായത്തോടെ എനിക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുവാൻ എന്റെ ആവശ്യങ്ങൾ ആത്മീയമായതും ഭൗതികമായതും നേടിയെടുക്കുവാനായിട്ട് കഴിയും. അത് മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാൻ മാത്രമേ കഴിയൂ. എന്നാൽ അഞ്ചാമതായി എന്റെ കർത്താവ് എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ പര്യാപ്തമായി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്നും ദൃശ്യമായും അദൃശ്യമായും പലവിധ ബുദ്ധിമുട്ടുകൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവത്തിലുള്ള പ്രത്യാശയോടെ അവിടുത്തെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ അവിടുന്ന് തന്നെ പ്രാപ്തമാക്കുന്നു. പൗലോസ് തന്റെ ജഡത്തിലെ ശൂലം വളരെ അതികഠിനമായ അസഹനീയമായ ജഡത്തിലെ ശൂലം നീങ്ങേണ്ടതിന് 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് ലഭ്യമാക്കപ്പെട്ട മറുപടി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു. ഫോർ മൈ സ്ട്രെങ്ത് ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ യുവർ വീക്ക്നെസ്. എന്റെ ബലഹീനതയിൽ പര്യാപ്തവും ഫലപ്രദവുമായി തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. അതിനേക്കാൾ വലുതല്ല ശാരീരിക വിടുതൽ. ശാരീരിക വിടുതൽ, സൗഖ്യം ഇന്ന് ലഭ്യമായാൽ നാളെ വീണ്ടും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ കൃപ എല്ലായ്പ്പോഴും പരിമിതികളെ പരിഹരിക്കുന്നതായി പരിലസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതല്ല ശാരീരിക വിടുതലെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പൗലോസ് പലരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുമ്പോഴും പൗലോസിനാൽ പലരെ സൗഖ്യമാക്കപ്പെടുമ്പോഴും തന്റെ ജഡത്തിൽ ഒരു ശൂലം എന്തിനു വേണ്ടി? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം അതിയായി നിഗളിച്ച് പോകാതിരിക്കേണ്ടതിനു വേണ്ടി. അതുകൊണ്ട് നമ്മിൽ ചിലപ്പോൾ ഒരു മുള്ളോടുകൂടിയായിരിക്കാം, ഒരു ശൂലത്തോടും. മുള്ളിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ തോൺ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. തോൺ എന്ന വാക്കിന് മലയാളാർത്ഥം മുള്ള്. ചിലപ്പോൾ ഒരു മുള്ളോടുകൂടി ആയിരിക്കാം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അസഹനീയമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മുള്ള് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായേക്കാം. അത് നമ്മുടെ തിന്മയ്ക്കല്ല, നമ്മുടെ നന്മയ്ക്കാണ്. എന്തിനു വേണ്ടി? ആരംഭം മുതൽ ഞാൻ പറയുന്നത് പോലെ അനുസരണത്തോടെയുള്ള അനുഗമനം നമ്മിൽ സാധ്യമാക്കേണ്ടതിന് വേണ്ടി, ആ യഥാർത്ഥമായ നിലനിൽക്കുന്ന നിത്യത നമുക്ക് ലഭ്യമാക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലേശങ്ങളിലും ഘട്ടങ്ങളിലും ഒന്നും തളർന്നു പോകുവാൻ ഇടയാകരുത്. കർത്താവിൽ ആശ്രയിച്ച് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് ചലിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റെ മാതാപിതാക്കൾ, പിതാവ് ദീർഘനാളത്തെ പ്രവാസത്തിന് വിരാമം വിട്ട് എന്റെ ഭവനത്തിൽ സമജീവിതം എന്നോടൊപ്പം നയിക്കുന്നു. എന്റെ മാതാവ് അധ്യാപന ജീവിതത്തിൽ വിരാമം വിട്ട് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭവനത്തിലായി സഹോദര കുടുംബം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. തലശ്ശേരി IPC സഭയിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ പിൻബലമാണ് എന്നെ മുൻപോട്ട് ഗമിക്കുവാൻ പ്രാപ്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കേവർക്കും നമ്മുടെ നാളുകളും നമ്മുടെ ഇല്ലായ്മകളുമാണ് പ്രശ്നം. ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ വലുതാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. എന്നാൽ എന്നേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഞാൻ എത്ര സന്തുഷ്ടനാണ്, സ്വതന്ത്രനാണ്, കർത്താവിനെ എത്ര അത്ഭുതകരമായി നടത്തുന്നുവെന്ന് ചിന്തിക്കുവാൻ കഴിയും.
അതുകൊണ്ട് നമുക്ക് നമ്മെ ഒരു മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു യജമാനൻ ഉണ്ട്. വി ഹാവ് എ മാസ്റ്റർ. 139 സങ്കീർത്തനത്തിന്റെ 14 വാക്യം ദൈവത്തിന്റെ സർവജ്ഞാനത്തെ ഓർപ്പിക്കുന്ന സങ്കീർത്തനമാണ്. അത് ഓർപ്പിക്കുന്നത് ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് ഓർപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. നമ്മെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ട് ഉണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ആ മാസ്റ്ററിന്റെ തിരുഹൃദയത്തിൽ, ആ മാസ്റ്റർ മൈൻഡിൽ ഉത്ഭവിച്ച ഒരു മാസ്റ്റർ പീസാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു അമൂല്യ സൃഷ്ടിയാണ് എന്ന് അംഗീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അടുത്തതായി നമ്മെ കുറിച്ച് ദൈവത്തിന് സമർത്ഥമായ ആസൂത്രിത പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. അവസാനമായി ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാൻ, ആ സമ്പൂർണമായ സ്വർഗീയ പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതിന്, അത് നമ്മുടെ സമയത്തല്ല, അവിടുത്തെ സമയത്ത് നമ്മിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ കുറിച്ചുള്ള അവിടുത്തെ ഹിതം പൂർണ്ണമായി നമ്മിൽ അവിടുന്ന് നിവർത്തിച്ച് എടുക്കുവാനായി ഇടയായി തീരും. ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇനി നമുക്കൊരു മാസ്റ്റർ ഉണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്, യജമാനൻ ഉണ്ട്. രണ്ട്, നാം യജമാനന്റെ തിരുഹൃദയത്തിൽ, മാസ്റ്റർ മൈൻഡിൽ നാം ഉരുത്തിരിഞ്ഞ ഒരു അമൂല്യ സൃഷ്ടി, ഒരു മാസ്റ്റർ പീസ് ആണ്. അതുകൊണ്ട് നമ്മെ കുറിച്ച് അവിടുത്തെ ഒരു സമർത്ഥമായ ആസൂത്രിത പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പീസിനെ കുറിച്ച് മാസ്റ്റർ മൈൻഡിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ മാസ്റ്റർ പ്ലാൻ തക്ക സമയത്ത് നിർവഹിക്കപ്പെടേണ്ടതിന്, ആരംഭത്തിൽ പറഞ്ഞതുപോലെ തിരുഹൃദയത്തിൽ അവിടുന്ന് നമ്മെ കുറിച്ചുള്ള നിർണയം, തിന്മയ്ക്കുള്ള അല്ല നന്മയ്ക്കുള്ള ആ നിർണയം, അവിടുത്തേക്ക് കൃത്യമായി അറിയുന്ന നമ്മെ കുറിച്ചുള്ള ആ നിർണയം അവിടുത്തെ സമയത്ത് നമ്മിൽ പൂർത്തീകരിക്കപ്പെടുവാൻ നാം പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ നടത്തുവാൻ, നമ്മെ കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ലൗകിക ക്ലേശങ്ങളിലും ഉണ്ടാകുന്ന ഒരു ദൈവിക വാത്സല്യമുണ്ട്. ഗോഡ്ലി അഫെക്ഷൻ ഇൻ അവർ വേർഡ്ലി അഫ്ലിക്ഷൻ. ലൗകിക ക്ലേശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ദൈവിക വാത്സല്യമുണ്ട്. ആ വാത്സല്യത്തെ പ്രാപിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടന്ന് മുള്ളും പൊള്ളുന്ന വെയിലിലൂടെയും അനുസരണത്തോടെയുള്ള ഒരു അനുഗമനം സാധ്യമാക്കിക്കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിച്ച് നിത്യതയെ പ്രാപിക്കുന്നതിന് നമുക്ക് ഏവർക്കും കർത്താവ് ഇട നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം ഒരുക്കിയ ബഹുമാന്യ ദൈവദാസന് അരോമ ടിവിക്ക് എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നന്ദി പ്രകാശിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ജോഷുവ രാജുവിന്റെ ജീവിതത്തിൽ ദൈവം മാസ്റ്ററായി, ഒരു മാസ്റ്റർ പീസായി, ഒരു മാസ്റ്റർ പ്ലാനായി ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും പടിപടിയായി കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു മാസ്റ്റർ, ആ മാസ്റ്ററിന് ചില പദ്ധതികൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ട്. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം മനുഷ്യനെ കാണുന്നത്. മനുഷ്യനെ കാണുമ്പോൾ വലിപ്പ ചെറുപ്പം, വൈകല്യം, രോഗം, ദുഃഖം, ദാരിദ്ര്യം, ധനം, ഭൗമികം, ആത്മീയം, വ്യത്യസ്ത തലങ്ങളിലാണ് മനുഷ്യനെ കാണുന്നത്. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ നമ്മുടെ കർത്താവ് നമ്മെ കാണുന്നത് തികച്ചും വ്യത്യസ്തമാണെന്നുള്ളതായ സത്യം നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിലുള്ളതായ ദൈവിക പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. മനുഷ്യന്റെ ആ ഒരു ദൃഷ്ടിയിൽ നമ്മൾ പലപ്പോഴും നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും അവഹേളിക്കപ്പെട്ടും ഒക്കെ ഒതുങ്ങി പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് കാണുന്ന പലരുടെയും ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. അതുകൊണ്ട് പലരും തങ്ങളുടെ ജീവിതത്തില് പല ലഹരി വസ്തുക്കൾക്കും അടിമയാകുകയും ഒതുക്കപ്പെടുകയും ഒറ്റപ്പെടുകയും, പലരും തങ്ങളുടെ ജീവിതത്തിൽ ഇനി എനിക്ക് ജീവിക്കേണ്ട, ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് മറ്റ് പല തെറ്റുകളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
നിരാശയിലേക്ക് പോകുക മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ എന്തു പറഞ്ഞാലും അത് കാര്യമാക്കേണ്ട, ദൈവമാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്, ദൈവത്തിനൊരു പദ്ധതി എന്നെക്കുറിച്ച് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പിന്നെ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടല്ല, നമ്മെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വ്യവസ്ഥ പ്രകാരം, ആ ഒരു പാതയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് പ്രസാദകരമാണോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതിയാവും. കാരണം നമ്മുടെ മാസ്റ്ററിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും ജീവിതത്തിൽ തന്ന് അതിൽ നിന്നൊക്കെ വിജയിച്ച് നാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യനെ നോക്കുന്നവന് ഒരിക്കലും ആ പരീക്ഷ ജയിക്കാൻ കഴിയത്തില്ല, ആ പരിശോധന പൂർത്തീകരിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. എന്നാൽ ദൈവം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, കുറവുകൾ, പരാജയങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശരിക്കുമുള്ള ആ ഒരു ഒബ്സർവേഷനുള്ള ഒരു ടൈമാണ് നമ്മുടെ ഈ ലൈഫ് ടൈം എന്ന് പറയുന്നത്. കർത്താവിന്റെ ദാസൻ ജോഷുവ രാജിന്റെ ജീവിതത്തിൽ മാനുഷികമായി നോക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതൊരു പ്രശ്നമല്ല. കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആത്മാവിനെയാണ് നോക്കുന്നത്. ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ജീവനെയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രിയ ജോഷുവ രാജുവിന്റെ ജീവിതത്തില് ദൈവത്തിന് ചെയ്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും പ്ലാനുകളും വളരെ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ആ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ അധ്വാനിക്കുവാൻ, ഒരുപാട് പേർക്ക് കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പല പ്രിയപ്പെട്ടവർ ഒരു പക്ഷെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, ദൈവവൈതലിന്റെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ പല പരിമിതികളും, പോരായ്മകളും, പരാജയങ്ങളും ഒക്കെ അത് കുറവുകളായിട്ടാണ് അത് കാണുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറവുകളൊന്നും ഒരു കുറവല്ല, അതൊക്കെ ദൈവത്തിന്റെ അസറ്റുകളാണ്, ദൈവത്തിന്റെ ഓരോ പ്രോഗ്രാമുകളാണ്. അതിന് അവിടെ വലിപ്പച്ചെറുപ്പം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു ദൈവം നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന് പ്രസാദകരമായിരിക്കുവാൻ നാം നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരിക്കുവാൻ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങളുടെ സാഹചര്യത്തിൽ കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയേണ്ടതിന്, പ്രവർത്തിക്കുവാൻ കഴിയേണ്ടതിന്, ഇറങ്ങി വരാൻ കഴിയേണ്ടതിന് കർത്താവെ, ഞാനിതാ തന്നെ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസൻ ജോഷുവ രാജ് ഒരു നിമിഷം പ്രാർത്ഥന സഹായി പ്രാർത്ഥിക്കും. നിങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയാൽ ലഭ്യപ്പെട്ട ഈ നിമിഷത്തിൽ അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈ പകലിൽ നിങ്ങൾ കൈമാറിയ ദൈവിക സന്ദേശം, അനുഭവം, ജീവിതാനുഭവങ്ങൾ ഒക്കെ പ്രിയ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി, പുത്തന് ഉണർവിന്, പുതിയ ജീവിത ലക്ഷ്യം സാധ്യമാക്കുന്നതിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ നിബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ ലഭ്യമാക്കപ്പെടുവാൻ, പുതിയ ദിശാബോധം ലഭ്യമാക്കപ്പെടുവാൻ, ഈ സന്ദേശം മുഖാന്തരമായി തീരുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കുമായി വിവിധങ്ങളായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവിക സമാധാനവും സർവാത്മന
സൗഖ്യവും കർത്താവ് ലഭ്യമാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ കർത്താവേ, ഹൃദയത്തിന് സൗഖ്യം, ശരീരത്തിന് സൗഖ്യം കർത്താവ് ലഭ്യമാക്കണമേ. കർത്താവിലുള്ള പ്രത്യാശയോടെ മുന്നോട്ട് ചലിക്കുവാൻ, ഗമിക്കുവാൻ കർത്താവ് ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. കേട്ടതുപോലെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങളല്ല, ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, ആ നിത്യജീവൻ, നിത്യത ഞങ്ങൾ പ്രാപിക്കുന്നതിനെയാണല്ലോ. അത് പ്രാപിക്കുവാൻ ഈ പ്രേക്ഷകരായ ആർക്കെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുക്കപ്പെടുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കി തീരുമാനങ്ങളെ എടുക്കുവാൻ, അവിടുത്തെ ഹിതപ്രകാരം മുന്നോട്ട് ഗമിക്കുവാൻ കർത്താവ് സഹായം ചെയ്യണമേ പ്രാർത്ഥന. അലോമറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ദാനിയേൽ പാസ്റ്ററിനായി, കുടുംബത്തിനായി സ്തോത്രം. മാനിക്കണമേ, പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. അവിടുത്തെ നാമത്തിൽ പ്രിയ ദൈവദാസനെയും പ്രിയപ്പെട്ടവരെയും പ്രേക്ഷകരായ എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം. യേശു നാമം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ജോഷുവ രാജിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും സർവശക്തനായ ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.